ഒരു പുതിയ സംശയമായിട്ട് വന്നേക്കണേ. ജോൺസേട്ടൻ സാധാരണ ഇപ്പൊ ലോകകപ്പ് നടക്കുമ്പോ ഇപ്പൊ ഏത് ടീം ജയിക്കും, അല്ലെങ്കിൽ ആര് കപ്പെടുക്കും, അല്ലെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയത്തിലാണെങ്കിലും ഏത് പാർട്ടി വിജയിക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രവചിക്കലും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണാറുണ്ട്. ഇത്തരത്തിൽ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കുറച്ച് നീക്കമാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണുന്നുണ്ട്. ഇതിന്റെ എന്തായിരിക്കും ജോൺസേട്ടന്റെ അഭിപ്രായത്തിൽ എന്തായിരിക്കും ആളുടെ നിലപാട്, എന്തായിരിക്കും? അതിലെ ട്രംപ് ഇപ്രാവശ്യം അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ചക്രവർത്തി ആവാനത് ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ കൺട്രോളിലാക്കി ഒരു ചക്രവർത്തി എന്നുള്ള ലൈനാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷെ അതിൽ എന്താ സംഭവിച്ചുകൊണ്ട് കഴിഞ്ഞാല് ലോകത്തിലെ മനുഷ്യ മനസ്സുകളുടെ ചിന്തകൾ ട്രംപിന് എതിരായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പോലെയുള്ള രാജ്യത്തിലെ ആളുകളുടെ മനസ്സുകൾ എതിരായിരിക്കും. അതോടൊപ്പം തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ട്രംപിന്റെ നിലപാടുകൾ, പിന്നെ പല വിഷയങ്ങളിലും ട്രംപ് എടുക്കുന്ന നിലപാടുകൾ ലോകരാജ്യങ്ങളിൽ ട്രംപിനെതിരെ മനുഷ്യ മനസ്സുകളുടെ ചിന്തകൾ എതിരായിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് ട്രംപിനും അത് അമേരിക്കയ്ക്കും ദോഷം ചെയ്യുന്ന അവസരമുണ്ട്. താൽക്കാലികമായിട്ട് ട്രംപ് വിജയിക്കുമെന്ന് തോന്നിയാലും ട്രംപിന് വളരെ എന്താ പറയുക ദോഷങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം മനുഷ്യ മനസ്സുകളുടെ ചിന്തകൾ അനുകൂലമാകുമ്പോഴാണ് ഭാഗ്യം വരുന്നത്. ഈ ചിന്തകൾ എതിരാകുമ്പോഴാണ് ദോഷം വരുന്നത്. വിജയങ്ങൾ ഭാഗ്യപരാജയങ്ങൾ അങ്ങനെയാണ്, നമ്മുടെ തീരുപ്രകാരം അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ഓരോ പ്രവചനങ്ങൾ നടത്തുന്നത് അതാത് സമയത്തെ ട്രെൻഡ് വെച്ചിട്ട് ഓരോരോ മനുഷ്യ മനസ്സുകളുടെ ചിന്തയുടെ ഒരു ഇതുണ്ട്, അതിന് ബേസ് ചെയ്ത് നമ്മൾ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രംപ് എടുക്കുന്ന നിലപാടുകൾ ട്രംപിനും അമേരിക്കയ്ക്കും മൊത്തത്തിൽ ദോഷമാവാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ.